ഇവർ ബദ്രായൽ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിലെ ഫോട്ടോഷൂട്ട് കഴിയുമ്പോൾ തന്നെ അജയ് അവിടുന്ന് പോവും. അപ്പൊ അങ്ങോട്ടൊരു കാറ് വരും കേട്ടോ. ഇവന്റ് മാനേജ്മെന്റിന്റെ ടീമാണ്. അങ്ങനെ അയാളുമായിട്ട് സത്യദാസ് സംസാരിക്കാണ്. കുറെ ഫോട്ടോസ് ഒക്കെ കാണിക്കുന്നുണ്ട്, ഏത് മോഡൽ വേണമെന്ന്. അങ്ങനെ അവർ അതിൻ്റെതായ ഡിസ്കഷനിലാട്ടോ അവിടെ നടക്കുന്നത്. ഈ കല്യാണം നിങ്ങൾക്ക് എന്നൊരു ഓർമ്മയായിരിക്കും, മുത്തശ്ശേരി ഞങ്ങൾക്കും അതാ വേണ്ടത്. അങ്ങനെ ഒരു ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ആൽഫ്രഡ് ഭൂമിയോട് സംസാരിക്കാൻ വന്നിരിക്കുകയാണ്. എന്താ സാർ ഒന്നും മിണ്ടുന്നില്ല, നമ്മൾ സൈലന്റ് വാലിയിലാണോ? അപ്പോ ആൽഫ്രഡ് പറയും, അതല്ല. അതല്ലെന്ന് എനിക്കറിയാം. ആൽഫ്രഡ് വയ്ക്കും, ഏതല്ലെന്ന്? ഏതും അല്ലെന്ന്. ആൽഫ്രഡ് ഒന്നും പറയണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുമ്പോ ഭൂമിക്കും, വക്കീൽ സാറേ ഇങ്ങനൊരു സ്ഥലത്തേക്ക് കൊണ്ടുവന്നത് പ്രപ്പോസ് ചെയ്യാനാണോ? ആൽഫ്രഡ് ഞെട്ടും, ഞാനോ? ഇതുവരെ എനിക്ക് അങ്ങനെ ഒരു ലോട്ടറി അടിച്ചിട്ടില്ല, ഇനി അടിക്കാനും പോകുന്നില്ല. ഭൂമിക്കും, സാറ് ടിക്കറ്റ് എടുക്കാറുണ്ടോ? ഇതുവരെ ഇല്ല. ഭൂമി അറിയും, അതാണ്. അല്ല, വിളിച്ചു വരുത്തി കാര്യം പറഞ്ഞില്ല, എനിത്തിങ് സീരിയസ്? ഭൂമിയുടെ അമ്മയുടെ കേസിന്റെ കാര്യ. ഉമ്മൻ കോശി വക്കീലൊക്കെ കൊള്ളയാണ്. വിമാനം, ഹോട്ടല്, ഭക്ഷണം, 5 സ്റ്റാർ ഹോട്ടല്. എനിക്കിവിടെ 5ന്റെ മിഠായി പോലും ആരും ഇതുവരെ വാങ്ങിച്ചെന്നില്ല. ഭൂമി അറിയും, ഇതൊക്കെ മാഫിയ നിയന്ത്രണാണ്. പാവപ്പെട്ടവൻ മിഠായിയുടെ ന്യായ വിലയുടെ ബോർഡ് വെക്കണം. എല്ലാ സാധനത്തിനും MRP ഉണ്ടല്ലോ, ഇവർക്ക് അതൊന്നും വേണ്ടല്ലോ. ഏതാണ്ട് 60 ലക്ഷം രൂപ വേണ്ടിവരും സത്യത്തെ സത്യമാണെന്ന് തെളിയിക്കാൻ. എന്നെ തൂക്കി വിൽക്കാന്ന് വെക്കാം, വിറകിന്റെ വില പോലും കിട്ടില്ല. വിറക് കത്തിക്കാനെങ്കിലും ഉപയോഗിക്കാലോ. എന്നെയോ, ഞാൻ ചാരമല്ലേ? സർക്കാർ പറയും നിയമസഹായം, എന്നിട്ട് സർക്കാരിന്റെ അഴിമതി ഇതുപോലുള്ള വക്കീലന്മാരെ ഇറക്കുകയും ചെയ്യും. ആൽഫ്രഡ് പറയും, അത് നമ്മൾ കൊടുക്കുന്ന ടാക്സ് അല്ലേ? ഭൂമി അറിയും, വക്കീലിനെ കിട്ടാൻ ഞാനൊരു മാർഗം കണ്ടിട്ടുണ്ട്, സാറിനെ സഹായിക്കുമോ? ഭൂമി അറിയും, ഒരു ആക്സിഡന്റ്, ഏതെങ്കിലും കാർ കയറ്റി ഒരു ആക്സിഡന്റ്, ഞാൻ മരിച്ചാലും കുഴപ്പമില്ല. ആൽഫ്രഡ് അങ്ങ് ഞെട്ടിപ്പോവേ. ആക്സിഡന്റ് ക്ലെയിം കോമ്പ്, എനിക്ക് വക്കീൽ ഫീസ് കൊടുക്കാലോ. എന്റെ അമ്മയെ എനിക്ക് രക്ഷപ്പെടുത്താം. ഭൂമി, ആൽഫ്രഡും ആകെ പേടിച്ചു പോകുന്നുണ്ട് ഇത് കേട്ടിട്ട്. ഭൂമിക്കും മറ്റെന്ത് മാർഗം എനിക്ക് മുന്നിലുള്ളത് ഒന്നാലോചിച്ചിട്ട് ആൽഫ്രഡ് പറയും, വിഷമിക്കണ്ട, തനക്കൊരു ഓപ്പർച്യൂണിറ്റി ഞാൻ തരാം. അജയെ കുറിച്ച് എന്താ തന്റെ അഭിപ്രായം? താനുമായി ഇടയ്ക്കൊക്കെ തല്ലുകൂടാറുണ്ടല്ലോ. ഭൂമി അറിയും, അജയ് സാറിനെ ഞാൻ പഠിച്ചു കഴിഞ്ഞു. സാറിന്റെ ഒഫീഷ്യൽ ഡ്യൂട്ടിയിൽ ഇടപെട്ട സാറ് പൊട്ടിത്തെറിക്കും. അത് പ്രൊഫഷണൽ ഈഗോ, അതർവൈസ് ഹീസ് പെർഫെക്റ്റ്, നോ ഡൗട്ട്. ആൽഫ്രഡ് പറയും, ഓക്കെ. അവൻ അഭിമുഖീകരിക്കുന്ന പ്രശ്നം അഞ്ജനയാണ്. ഭൂമി അറിയും, അഞ്ജനയെ അജയ് സാർ കെട്ടാൻ പോവല്ലേ? ആൽഫ്രഡ് പറയും, അവളുമായിട്ട് ഒത്തുപോവാൻ അജയ് കൊണ്ട് പറ്റില്ല. അവന്റെ ജീവിതം സ്പോയിലാവും. അവൻ ചോദിക്കുന്നത് സ്വയം നശിക്കുന്നത് എന്തിനാണെന്നാ. വിവാഹം വേണ്ടെന്ന് പറയാൻ അവന് കഴിയില്ല. മുത്തശ്ശിക്ക് എടുത്ത തീരുമാനമല്ലേ. ഭൂമിക്കും അപ്പൊ എന്ത് ചെയ്യും? ആൽഫ്രഡ് പറയും, ഞാനൊരു സജഷൻ പറയട്ടെ. അവന്റെ ഭാര്യയായിട്ട് അഭിനയിക്കാൻ ഒരാളെ വേണം. അവൻ വിവാഹം ചെയ്ത് സൗഭാഗ്യവരത്തേക്ക് കൊണ്ടുവന്നു. അങ്ങനെ അവിടെയുള്ളവരെ ധരിപ്പിക്കുന്നു. ഭൂമിക്ക് ആ ദൗത്യം ഏറ്റെടുക്കാമോ? ഇത് കേൾക്കുന്ന ഭൂമി അങ്ങ് ഞെട്ടിപ്പോവും. ഷോക്കായി ആൽഫ്രഡിനെ അങ്ങ് നോക്കും. ഭൂമിക്ക് അവന്റെ ഭാര്യയായിട്ട് അഭിനയിക്കാവോ? ഭൂമി ആകെ സ്തംഭിച്ചു പോകും. അമ്മയുടെ കേസിന്റെ സകല ചെലവും അവൻ നോക്കും. അധിക നാള് വേണ്ട, അഞ്ജനയുടെ വിവാഹം വരെ മാത്രം. ഭൂമി എന്ന് ഞെട്ടും. പെട്ടെന്ന് അങ്ങ് പൊട്ടിച്ചിരിച്ചിട്ട് പറയും, ഈ സിനിമ കഥ പണ്ടേ വന്ന് പോയതാണ് സർ. ചിത്രം സിനിമയിലെ അതില് ഭർത്താവായിട്ട് അഭിനയം, ഇവിടെ ഭാര്യയായിട്ട് അഭിനയം. ചിത്രത്തിലെ പോലെ കോമഡിക്ക് നല്ല സ്കോപ്പ് ഉണ്ട്. അല്ല, ശ്രീനിവാസിന്റെ റോള് ആൽഫ്രഡ് സാറാണോ അഭിനയിക്കുന്നത്? സാറ് സൂപ്പർ ആയിരിക്കും. പിന്നെ ചിത്രത്തിലെ ക്ലൈമാക്സില് ഒരു സീനുണ്ട്, എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? ആ ഡയലോഗ് ഞാൻ പറയോ അതോ അജയ് സാർ പറയോ? എന്റെ അമ്മ നാടക നടിയായിരുന്നു സാർ. 5000-ലധികം സ്റ്റേജുകളിൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ ജീവിതത്തിൽ ഒരിക്കലും അഭിനയിച്ചിട്ടില്ല. ഞാൻ ഇതുവരെ അഭിനയിച്ചിട്ടില്ല. പിന്നെ ഞാൻ ഭാര്യവേഷം അഭിനയിച്ചാൽ പ്രേക്ഷകരൊക്കെ കൂവും. എനിക്ക് എന്റെ അമ്മയെ രക്ഷിക്കണം. പക്ഷെ ഈ മാർഗം അമ്മ അറിഞ്ഞാൽ പൊറുക്കില്ല, എന്റെ അച്ഛന്റെ ആത്മാവും എന്ന് പറഞ്ഞ് വലിയ വിഷമത്തിലാണ് ഭൂമി അവിടുന്ന് പോകുന്നത്. ആൽഫ്രഡും വല്ലാണ്ടായിപ്പോയി, അത് പറഞ്ഞു കുടുങ്ങിയെന്നായിപ്പോയി. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ഭൂമി വീട്ടിൽ എന്തോ കുക്ക് ചെയ്യുമ്പോൾ ലക്ഷ്മി ചേച്ചിയുടെ വിശേഷങ്ങളൊക്കെ സംസാരിക്കാട്ടോ. ആരുമില്ലാത്ത സമയത്ത് തിരിഞ്ഞു നോക്കിയിട്ടില്ലായിരുന്നോ കുടുംബക്കാരെ? ഇപ്പൊ അമ്മാവനും അമ്മായിയും വന്നിട്ടുണ്ട്. ഇവിടെ ആകണ്ടായിരുന്നത് അംബികേച്ചിയും അച്ചേട്ടനും മാത്രമായിരുന്നു കൂട്ട്. ഇപ്പൊ സൽക്കരിച്ചിട്ടില്ലെങ്കിലേ നാട്ടിൽ പോയി പരാതിയായിരിക്കും. ഭൂമി അറിയും, അതങ്ങനെയാ. കഷ്ടകാലം വരുമ്പോ കൂട്ടിന് ആരും ഉണ്ടാവില്ല. അങ്ങനെ സംസാരിക്കുമ്പോ ഭൂമി പുതിയൊരു സ്നാക്സ് ഉണ്ടാക്കാട്ടോ. അപ്പോ ലക്ഷ്മിച്ചി പറയും, നമുക്ക് CSR കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കാം. ഭൂമി അറിയും, എനിക്ക് നാളത്തെ എന്റെ ദിവസം അങ്ങ് പോയി കിട്ടും. ലക്ഷ്മിച്ചി, എനിക്കൊരു പ്രപ്പോസൽ വന്നിട്ടുണ്ട്. എന്തിന്റെ? ഭൂമി അറിയും, മാംഗല്യം തന്തുനാനേന്ന്. ഒരാള് കെട്ടാൻ റെഡി ആയിട്ടുണ്ട്, നമ്മുടെ CSR. ലക്ഷ്മിച്ചിക്ക് സന്തോഷമാവും. സത്യം? ഭൂമി അറിയും, ഒരു എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വേക്കൻസി, താൽക്കാലികം, പെർമനന്റ് ആക്കില്ല. അപ്പൊ ലക്ഷ്മിച്ചി മനസ്സിലായില്ല. നമ്മുടെ ഹരിചന്ദ്രൻ വക്കീലില്ലേ ആൽഫ്രഡ് സാറ്, അങ്ങേരും ബ്രോക്കറായിട്ട് വന്നു.
ആ അഞ്ജനയെ വിവാഹം ചെയ്യാൻ അജയ് സാറിന് താല്പര്യമില്ല. അതുകൊണ്ട് താൽക്കാലിക ഭാര്യ ആക്ടിങ്ങേ എന്നെ താലി കെട്ടി കൊണ്ടുപോകും. അഞ്ജനയ്ക്ക് വിവാഹമായാൽ എനിക്ക് ഡിവോഴ്സ്. ലക്ഷ്മി ചേച്ചിയും ഇത്രയൊക്കെ മോള് കേട്ടുന്നോ? ആ വക്കീലിന്റെ കരണം നോക്കി ഒന്ന് കൊടുക്കായിരുന്നില്ലേ? നാണം കെട്ട സംസാരം. ഭൂമിയറിയും ലക്ഷ്മിജി, അജയ് സാറിന്റെ മനസ്സിലെ എന്തൊക്കെയോ വേദനയുണ്ട്. നമ്മൾ സാറിന്റെ ക്ഷോഭിക്കുന്ന മുഖം മാത്രമേ കണ്ടിട്ടുള്ളൂ. ലക്ഷ്മി ചേച്ചിയും നീ ഈ കാര്യത്തിൽ ന്യായീകരിക്കേണ്ട. ഭൂമിയറിയും ഭാര്യയായിട്ട് അഭിനയിക്കുന്നതിൽ തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോ ലിവിങ് ടുഗദറിന്റെ കാലല്ലേ, ഞാനങ്ങ് സമ്മതിച്ചാലോ? ലക്ഷ്മി വെച്ചറിയുമ്പേ ഞാൻ കൂടെ ഉണ്ടാവില്ല. വൃത്തിയായിട്ടോ ഓരോ ഏർപ്പാടുകളെ. ഭൂമി അറിയും അതെ, മറ്റു ബന്ധമൊന്നുമില്ല. പിന്നെ അമ്മ ഇറക്കാനുള്ള വക്കീൽ ഫീസ് സാറ് കൊടുക്കും. എന്നാലോ? ലക്ഷ്മി ചെറിയും അതിപ്പോ ഭൂമിക്കും എങ്കിലാവാന്നാണോ? ഭൂമി അറിയും എന്നാവുന്നില്ല. അമ്മയ്ക്കറിയാം എന്റെ കഷ്ടപ്പാട്. ഈശ്വരൻ എന്തെങ്കിലും ഒരു വഴി കാണും. ലക്ഷ്മി ചേച്ചിക്കും അംബികേച്ചിയുടെ അടുത്തെത്തിയോ? അപ്പൊ ഭൂമി അറിയും ഈ അടുക്കളയിലെ അമ്മയുടെ ഗന്ധമാണ്. അമ്മ ഓടി നടക്കുന്നത് പോലെ തോന്നും. പിന്നെ അച്ചുവേട്ടാന്നുള്ള വിളിയും. 25 വർഷക്കാലം അച്ഛനെ മാത്രം മനസ്സിൽ ധ്യാനിച്ച് അച്ഛന്റെ നിഴലായി കൂടെ സഞ്ചരിച്ച ആളാ ആ അമ്മയെ അച്ഛനെ കൊലപ്പെടുത്തി എന്ന് പറയണത്. എന്താ ഭാഗ്യ എന്റെ അമ്മ. ഒരാളിനും ഇങ്ങനൊരു ഗതി വരല്ലേന്നാ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നത്. മോളെ എന്ന് വിളിച്ച് സമാധാനിപ്പിക്കും ലക്ഷ്മിച്ചി. ഭൂമിയറിയും നാളെ ഞാൻ അമ്മയെ കാണാൻ പോകുന്നുണ്ട്. എന്നോട് എന്തൊക്കെയോ പറയാനുണ്ടെന്ന് പറഞ്ഞു. മനസ്സുള്ളതൊക്കെ കരഞ്ഞു തീർക്കാനായിരിക്കും. എന്നാൽ ലക്ഷ്മിച്ച് പൊയ്ക്കോ, അടുക്കളയൊക്കെ ഞാൻ വൃത്തിയാക്കിയോളാം. ശരി മോളെ, നാളെ രാവിലെ കാണാം. അങ്ങനെ ലക്ഷ്മി നടന്നു പോവാം. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് മാധവൻ വിവാഹം ക്ഷണിക്കട്ടോ ഫ്രണ്ട്സിനെയൊക്കെ. സംഗീത വന്നിട്ട് പറയും എല്ലാരും സന്തോഷത്തിലാ, എന്റെ മകനൊഴികെ. അവൻ ഈ വിവാഹത്തിന് സമ്മതമല്ല. എന്തിനാ അമ്മ അവനെ നിർബന്ധിച്ച് വെറുതെ? മാധവൻ പറയും സംഗീത ഇതിനെക്കുറിച്ച് അധികം സംസാരം വേണ്ട. വിവാഹം നിശ്ചയിച്ചു കഴിഞ്ഞു, ഒരുക്കങ്ങളും തുടങ്ങി. നിശ്ചയിച്ച മുഹൂർത്തത്തിൽ അവരുടെ വിവാഹം നടക്കും. അവന്റെ ഇഷ്ടത്തിനും ഇഷ്ടക്കേടിനൊന്നും ഇനി ഒരു പ്രസക്തിയില്ല. അവൻ വിവാഹത്തിന് സമ്മതം തന്നതാണല്ലോ, പിന്നെന്തിനാ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? സംഗീതം അറിയും അമ്മയെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതി അവ മനസ്സിലോടെ സമ്മതിച്ചതാ. അത് നിങ്ങൾക്കും അറിയാവുന്നതല്ലേ. എന്റെ മോൻ ആകെ തകർന്നിരിക്കുക. അവന് നല്ല വിഷമമുണ്ട്. അവൻ ഇഷ്ടമില്ലാത്ത വിവാഹം നടത്തി കൊടുത്തിട്ട് എന്ത് സമ്പാദിക്കാനാ? സംഗീതേ ഇതിലൊരു ചർച്ച വേണ്ട. സംഗീതം പറയും എന്ന് പറഞ്ഞാ എങ്ങനെയാ? ഒരുമിച്ച് ജീവിക്കേണ്ടത് അവരാണേ. അവന് ഇഷ്ടമില്ലെങ്കിൽ പിന്നെ എന്തിനാ ഇങ്ങനെ? മാധവൻ പറയും ഇതിപ്പോ എടുത്തല്ല തീരുമാനമല്ലല്ലോ, മുൻപേ എടുത്തതാ. അവരൊന്നിച്ച് ഈ വീട്ടിൽ വളർന്നവരാ. അന്നൊന്നും ഈ ഇഷ്ടക്കേട് പറഞ്ഞില്ലല്ലോ. ഇപ്പൊ എന്താ പറ്റിയത്? സംഗീതം പറയും മിണ്ടാതിരുന്നത് കൊണ്ട് സമ്മതാണെന്ന് അർത്ഥമില്ലല്ലോ. ആരെയും വേദനിപ്പിക്കേണ്ടെന്ന് കരുതിയാ അവൻ മിണ്ടാതിരുന്നേ. മാധവൻ പറയും ഇത് അമ്മയുടെ ആഗ്രഹ, അത് നടത്തി കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം. സംഗീതം പറയും അമ്മയുടെ ആഗ്രഹം നിറവേറ്റാൻ വേണ്ടി നമ്മുടെ മകന്റെ ജീവിതം ബലികേടാക്കണോ? മാധവൻ പറയും ദേ നീ ഈ കാര്യം വലുതാക്കണ്ട. വിവാഹം കഴിയുന്നതോടെ എല്ലാം ശരിയാവും. സംഗീതം പറയും ഒരിക്കലും ശരിയാവാൻ പോകുന്നില്ല. മനപ്പൊരുത്തില്ലാത്ത ഈ ബന്ധം എന്റെ മകന്റെ ജീവിതം നശിപ്പിക്കും. മാധവൻ പറയും മതി നിർത്ത്, കല്യാണം ഉറപ്പിച്ചു. ആ കുട്ടിക്ക് ആഗ്രഹം കൊടുത്തു, ഇനി ആ കുട്ടിയെയും അമ്മയെയും കരയിപ്പിക്കാതിരിക്കുക എന്ന് പറഞ്ഞു മാധവൻ പോകുമ്പോ സംഗീതം പറയും മകന്റെ ജീവിതത്തെക്കാളും വലുതാ മറ്റുള്ളവരുടെ ആഗ്രഹം. പാവം എന്റെ മോൻ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് അഞ്ജന ഇങ്ങനെ വല്ലാത്ത ദേഷ്യത്തിലാ. എന്തു പറ്റി മോളെ എന്ന് ഭവനെ വയ്ക്കുമ്പോ അജയ് അവൻ എന്നെ ശ്രദ്ധിക്കുന്നേ ഇല്ല. വിവാഹത്തിന് സമ്മതിച്ചേ ഉള്ളൂ. എന്നോട് ഒരു താല്പര്യമില്ല. ഞാൻ സംസാരിക്കാൻ ചെന്നാ ഒഴിഞ്ഞു മാറുക. ഫോട്ടോഷൂട്ടിന്റെ സമയത്തൊക്കെ അമ്മ കണ്ടതല്ലേ. ഭവാനിക്കും അവൻ അവോയ്ഡ് ചെയ്യുന്നോണ്ടാണോ നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നേ? അഞ്ജന പറയും അതെ, ആർക്കായാലും വിഷമം വരില്ലേ ഇങ്ങനെ പോയാ? വിവാഹത്തിന് മുമ്പേ പ്രശ്നമാവോന്ന് എന്റെ പേടി. ഭവാനി പറയും അഞ്ജന അവനിപ്പോ നിന്നെ ഇഷ്ടാണോ അല്ലയോ എന്നുള്ളതൊന്നും നമ്മുടെ വിഷയമേ അല്ല. അഞ്ജനയ്ക്കും പിന്നെ നമുക്ക് വേണ്ടത് ഒരേ ഒരു കാര്യ, ഈ വിവാഹം മുടങ്ങാതെ നടക്കണം. മറ്റു കാര്യങ്ങൾക്കൊന്നും ഇപ്പോ ഒരു പ്രസക്തിയില്ല. അഞ്ജന പറയും അവൻ ഇങ്ങനെ ഒഴിഞ്ഞു മാറുമ്പോ വല്ലാത്ത വിഷമം തോന്നുന്നു അമ്മേ. ഭവാനി പറയും ഒഴിഞ്ഞു മാറട്ടെ, എത്ര കാലം ഇങ്ങനെ ഒഴിഞ്ഞു മാറും? വിവാഹം വരെ ഒഴിഞ്ഞു മാറുമായിരിക്കും. പിന്നെ നിന്നിൽ നിന്നും അവൻ ഒഴിഞ്ഞു മാറാൻ പറ്റൂ എന്റെ മോളെ? കെട്ടിയിടില്ലേ നമ്മൾ അവനെ? അഞ്ജനയ്ക്കും ഞാനിപ്പോ എന്ത് ചെയ്യണമെന്ന് അമ്മ പറയുന്നേ? ഭവാനി പറയും നീ ക്ഷമയോടെ ഇരിക്കുക, ആർക്കും ഒരു സംശയവും തോന്നരുത്. വഴക്കൊന്നും ഉണ്ടാക്കാതെ എല്ലാവർക്കും നല്ല കുട്ടിയാണെന്ന് തോന്നുന്ന രീതി നീ പെരുമാറണം. അഞ്ജനയ്ക്കും അമ്മയ്ക്ക് പേടിയില്ലേ? ഭവാനി പറയും പേടിക്കേണ്ട സമയം കഴിഞ്ഞു. നമ്മൾ ഇത്രയൊക്കെ ദൂരം എത്തിയില്ലേ മോളെ. ഇനി അവസാനത്തെ പടി മാത്രം, ഈ വിവാഹം ഒന്ന് കഴിഞ്ഞു കിട്ടണം. അവൻ നിന്റെ കഴുത്തിൽ താലി കെട്ടി രജിസ്റ്ററിൽ ഒപ്പുവെച്ചു കഴിഞ്ഞാ ഈ വീട്ടിലെ കാറ്റ് ഏത് ദിശയിലേക്കാണ് വീശേണ്ടതെന്ന് നമ്മൾ തീരുമാനിക്കും എന്ന് പറഞ്ഞ് ഭവാനി അവിടുന്ന് പോവും. അപ്പൊ അഞ്ജന അതെ എന്നുള്ള രീതിയിൽ തലയാട്ട. അതിനുശേഷം പിന്നീട് മുത്തശ്ശി സംഗീതയോട് എല്ലാരെയും വിളിക്കുന്നതിനെ കുറിച്ച് സംസാരിക്കണേ. മാധവനും അങ്ങോട്ട് വരുമ്പോ മാധവനോടും പറയും ചെറിയ അടുപ്പമുള്ളവരെ വരെ വിളിക്കണം. ഇനി നമ്മളെ കല്യാണം വിളിച്ചില്ലെന്നുള്ള പരാതി ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവരുത്. പക്ഷേ ഇവിടെ എല്ലാവർക്കും വേണ്ടപ്പെട്ട ഒരാളെ കല്യാണത്തിന് വിളിക്കുന്ന കാര്യത്തെക്കുറിച്ച് ആരും സംസാരിച്ചില്ല. മാധവനും സംഗീതയ്ക്കും മനസ്സിലായില്ല. അവര് പരസ്പരം നോക്കുമ്പോ മുത്തശ്ശി പറയും എന്താ രണ്ടാളും പരസ്പരം നോക്കുന്നത്? ആരാന്ന് മനസ്സിലായില്ല അല്ലേ? മാധവൻ പറയും അതങ്ങനെയാ മാധവ, പുറമേ കാണിക്കുന്ന സ്നേഹം ഉള്ളിലുണ്ടെങ്കിലേ അത് പറയാൻ കഴിയൂ. നിങ്ങൾക്ക് അവള് ഒരു ചായക്കടക്കാരിയോ നമ്മുടെ കുടുംബത്തിലേക്ക് പ്രസാദം കൊണ്ടുതരുന്നവളോ ആയിരിക്കാം. എനിക്ക് അങ്ങനെയല്ല, എന്റെ പേരക്കുട്ടിയെ പോലെയാ അവള്.
സംഗീതയ്ക്കും ഭൂമിയുടെ കാര്യമാണോ അമ്മ പറയണത്? മുത്തശ്ശേരി മനസ്സിലായി. അപ്പോ മാധവൻ പറയും, അത് പിന്നെ വൈകിട്ട് പോവാന്ന് കരുതിയിരിക്കായിരുന്നു. മുത്തശ്ശേരി മതി മതി ഉരുണ്ടത്, നീ ഫോൺ എടുത്ത് എന്റെ മോളെ വിളിച്ചതാ. ഭൂമി എങ്ങോട്ടോ പോകാൻ ഒരുങ്ങുമ്പോഴാ കോള് വരുന്നത്. ഹലോ മുത്തശ്ശി, കൊറേ ആയി നമ്മൾ സംസാരിച്ചിട്ടല്ലേ? എനിക്ക് കുറച്ച് തിരക്കായതുകൊണ്ടാ അങ്ങോട്ട് വരാത്തതും മുത്തശ്ശിയെ വിളിക്കാത്തതും. എന്നോട് പിണക്കൊന്നും തോന്നരുതേ. ഏയ്, നീ എന്റെ പേരക്കുട്ടിയല്ലേ, നിന്നോട് ഞാൻ പിണങ്ങോ? ഞാൻ വിളിച്ചതേ ചെലപ്പോ മോൾ അറിഞ്ഞിട്ടുണ്ടാകും, അജയുടെ അഞ്ജനയുടെയും കല്യാണം. ഭൂമി ഞെട്ടുന്നുണ്ട് കേട്ടോ. മുത്തശ്ശി പറയും, ഒരുപാട് കാലത്തിന് ശേഷം വലിയൊരു വിശേഷ വീട്ടിൽ നടക്കുന്നത്, എല്ലാവരും ഉണ്ടായിരിക്കണം എന്നാ മുത്തശ്ശിയുടെ ആഗ്രഹം. അതുകൊണ്ട് എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് മോള് കല്യാണത്തിന് വരണം. ഭൂമി ഇങ്ങനെ ഷോക്കായി നിൽക്കുന്നിടത്താട്ടോ ഈ ഭാഗം കഴിയുന്നത്. നെക്സ്റ്റ് വീക്കിന്റെ ഒരു കിടിലം പ്രൊമോട്ടോ, അതിന്റെ ചെറിയൊരു ഭാഗം പറയാവേ. അജയ് വിവാഹത്തിന് സമ്മതമല്ലെന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയാട്ടോ. ഇത് കേൾക്കുമ്പോൾ അവിടെ എല്ലാവരും ഞെട്ടിപ്പോകുന്നുണ്ട്. അങ്ങനെ വെഡിങ് റിംഗ് ഒക്കെ അവിടെ ഊരി വെച്ച് പോവാട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്